ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് വൈകിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് ഡിസംബർ 22, 2025. മാർക്കറ്റ് ഇന്ന് തിങ്കളാഴ്ചയാണ്. വിപണി ഇന്ന് റീഓപ്പൺ ചെയ്യുന്ന ദിവസമാണ്. സോ ഒരു പുതിയ ആഴ്ച അവസാനത്തെ അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല, ഈ വർഷത്തെ ഏറ്റവും അവസാനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഏതായാലും വിപണിയെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ചെറിയൊരു നേരിയ ആശ്വാസത്തോടു കൂടിയാണ്. എങ്കിലും വീക്കിലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടത്തിൽ തന്നെയാണ് മാർക്കറ്റിൽ വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത്. വീക്കിലി ബേസിൽ നിഫ്റ്റിയിൽ ഏകദേശം 80 പോയിന്റിന്റെ നഷ്ടത്തോടു കൂടി 0.3% നഷ്ടമാണ് വിപണി നേരിട്ടിരിക്കുന്നത്. നിഫ്റ്റി 500 ആയിക്കോട്ടെ, എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും ബാങ്ക് നിഫ്റ്റി അടക്കമുള്ള ഇൻഡെക്സുകൾ വീക്ക്ലി ബേസിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. റുപ്പി ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് മാർക്കറ്റിനെ ഈ രീതിയിലൊരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ചെറിയൊരു ആശയ്ക്ക് വകയുള്ളതാണ്. 25,900 മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നു എന്നുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ നോക്കുകയാണെങ്കിൽ 50 DMA 50 ഡേ മൂവിംഗ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് സപ്പോർട്ട് എടുത്തിട്ട് തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൗൺസ് ചെയ്തിരിക്കുന്നു. 20 ദിവസത്തെ മൂവിംഗ് ആവറേജ് ഡെയിലി ചാർട്ടിലും റെസിസ്റ്റൻസ് ആയിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഒരു ട്രെൻഡ് മൈൽഡ് പോസിറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. 25,966 നിന്നും അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ നിഫ്റ്റിക്കുള്ളത് 25,750 അതുപോലെ 25,550. അതായത് 25,750 എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 200 പോയിന്റിന്റെ ഫ്രീ ഫ്ലോള് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം നമുക്ക് അപ്സൈഡിൽ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഞാൻ ആവർത്തിക്കുന്നു, ചെറിയൊരു പോസിറ്റീവ് ട്രെൻഡിലാണ് തന്നിരിക്കുന്നത്. അടുത്ത ഒരു ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് 26,200 മുതൽ 26,200 വരെയെങ്കിലും ഉള്ള ഒരു ബൗൺസ് ബാക്ക് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇൻഡെക്സ് ബേസിൽ നോക്കുകയാണെങ്കിൽ PSU ബാങ്കും നിഫ്റ്റി IT ആണ് ലാസ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏകദേശം PSU ബാങ്ക് ഇൻഡെക്സ് 1.33% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി IT കുറെ കാലമായിട്ട് നെഗ്ലക്ട് ചെയ്തിരുന്ന ഒരു സെക്ടർ ആയിരുന്നു. നിഫ്റ്റി ITയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കാണിച്ചിരിക്കുന്നു. നിഫ്റ്റി ITയും വീക്ക്ലി ബേസിൽ 1.1% നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി ITയിൽ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സും അതുപോലെ തന്നെ മീഡിയയുമാണ് വേസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ ഏകദേശം 1.06% നഷ്ടവും മീഡിയ സെഗ്മെന്റിൽ 1.1% നഷ്ടവുമാണ് കഴിഞ്ഞ വീക്ക്ലി ബേസിൽ ഉണ്ടായിരിക്കുന്നത്. സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ നമുക്ക് സ്ട്രെങ്ത് ഫീൽ ചെയ്ത സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ശ്രീറാം ഫിനാൻസ് ആണ്, ടാറ്റ കൺസ്യൂമർ, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, റിലയൻസ് ഓഹരികളിലാണ് ഒരു പോസിറ്റീവ് മൊമെന്റം നമുക്ക് ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നത്. അതേസമയം വീക്കൻ ആയിട്ട് കാണുന്നത് ട്രെൻഡ് അതുപോലെ തന്നെ അൾട്രാടെക് സിമെന്റും ആണ് ഒരു വീക്ക് സൈഡിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളത്. നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് 25,750 ആണ്, 25,550 അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കീ സപ്പോർട്ട് സോണുകൾ എന്ന് പറയുന്നത്. അപ്സൈഡിൽ 26,200, 250 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 26,350 to 400 വരെയെങ്കിലും പോകാനുള്ള ഒരു സ്ട്രെങ്ത് നിഫ്റ്റിയിൽ വരും. അതിന് കണക്കായിട്ടുള്ള പോസിറ്റീവ് മൊമെന്റം ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു പോസിറ്റീവ് ടെറിട്ടറി മാത്രമാണ് നമുക്ക് വെള്ളിയാഴ്ച കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിലെ നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് എൻഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 0.44% നഷ്ടത്തോടു കൂടിയാണ് പ്രീമിയം. കുമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഓൾറെഡി 3.84% റിഡക്ഷൻ ആണ് കാണിക്കുന്നത്. വീക്ക്ലി എക്സ്പയറിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് PCR ഏകദേശം 1.12 അതായത് 25,900 ഇപ്പോഴത്തെ സ്ട്രൈക്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. അടുത്ത ആഴ്ചത്തെ വീക്ക്ലി PCR നോക്കിക്കഴിഞ്ഞാൽ 1.07 ആണ്. അതായത് 26,100 മുതൽ 26,200 വരെയുള്ള ആ ഒരു 100 പോയിന്റ് റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം 25,800, 25,750 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 59,069 ക്ലോസിങ്. ട്രെൻഡ് ന്യൂട്രൽ ആണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് അല്ല വന്നിരിക്കുന്നത്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ്. അതിൽ തന്നെ IDFC ഫസ്റ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, AU ബാങ്ക് ഇത്രയുമാണ് ഒരു സ്ട്രോങ് മൊമെന്റം ഫീൽ ചെയ്യുന്ന സ്റ്റോക്കുകളായിട്ടുള്ളത്. അതേസമയം വീക്കർ ആയിട്ടുള്ളത് ICICI ബാങ്ക്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 58,600, 58,200 ആണ്.
അതേസമയം റെസിസ്റ്റൻസ് സോണായിട്ട് 59,500-ഉം 60,100-ഉമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഉള്ളത്. അതേസമയം വീക്ക്ലി സെക്ടർ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്ടോറിയൽ ഇൻഡെക്സും സെക്ടോറിയൽ ഡെറിവേറ്റീവ് ഡാറ്റയും നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. 60,310 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഫോണിക്സ് ഇന്ത്യ, ഗ്ലെൻമാർക്ക്, SRF, ഇൻഡസ് ടവർ, ഹിന്ദു പെട്രോ, അതുപോലെ തന്നെ ആൽഫ മീൻസ് അശോക് ലാലൻഡ് പോലുള്ള ഓഹരികളിലെ പോസിറ്റീവ് മൊമെന്റം ബിൽഡ് ചെയ്യുന്നു. അതേസമയം നെഗറ്റീവ് സൈഡിലേക്കുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, ATGL, അതായത് അദാനി ടോട്ടൽ ഗ്യാസ്, NTPC ഗ്രീൻ, ഹഡ്കോ, അതുപോലെ തന്നെ പേജ് ഇൻഡസ്ട്രീസ്, ഇറിഡ, BDL, ACC, PIA ഇൻഡസ്ട്രീസ്, ജുബിലൻ ഫുഡ് പോലുള്ള ഓഹരികളിൽ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ്പിലും ട്രെൻഡ് ന്യൂട്രൽ ആണ്. അവിടെ സ്ട്രെങ്തൻ ആയിട്ടുള്ള സ്റ്റോക്ക് തോന്നുന്നത് അരൂർ വൈശ്യ, MCX, JB ഫാർമ, ലോറസ് ലാബ്, മണപ്പുറം പോലുള്ള സ്റ്റോക്കുകളാണ്. വീക്കൻ ആയിരിക്കുന്നത് ഇനോക്സ് വിൻഡ്, വേർപൂൾ, വെൽസ്പൻ കോർപ്പ്, 5 സ്റ്റാർ, ക്രോംപ്ടൺ, ജിൻഡാൽസോ, അംബർ, കെയ്നസ് ടെക്നോളജി, കാസ്ട്രോൾ ഇന്ത്യ പോലുള്ള സ്റ്റോക്കുകളിലാണ് ചെറിയ രീതിയിലുള്ള വീക്ക്നെസ് കാണിക്കുന്നത്. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ലെവലുകൾ നോക്കുക. 25,750 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. ആ 50 ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നിഫ്റ്റിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് ടേം ബെയറിഷ്നെസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ സെക്ടോറിയൽ ഇൻഡെക്സിൽ നോക്കേണ്ടത് IT ആണ്. IT ഇൻഡെക്സിൽ വളരെ കാലത്തിന് ശേഷമാണ് ഒരു പോസിറ്റീവ് മൊമെന്റം വന്നിരിക്കുന്നത്. അതുപോലെ ഓട്ടോ സെക്ടറിലും നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി FMCG ന്യൂട്രലാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് ന്യൂട്രലാണ്, നിഫ്റ്റി IT പോസിറ്റീവ് ആണ്, നിഫ്റ്റി മെറ്റൽ പോസിറ്റീവ് ആണ്, നിഫ്റ്റി ഫാർമ ന്യൂട്രൽ ആണ്, ബ്രെന്റ് ക്രൂഡ് മൈനസ് ആണ്, ഓട്ടോ ഇൻഡെക്സ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നു. സോ ഇതാണ് നിഫ്റ്റിയുടെ ടോട്ടൽ ഇൻഡെക്സ് വൈസിലുള്ള നമുക്ക് കാൽക്കുലേഷൻ. അതുപോലെ ഈ ആഴ്ചയുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രങ്കേറ്റഡ് വീക്കാണ്. ഡിസംബർ 25 ക്രിസ്മസ് പ്രമാണിച്ച് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിലെ അവധിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചത്തെ അവധി പ്രമാണിച്ച് വ്യാഴാഴ്ചത്തെയാണ് അവധി വരുന്നത്. വെള്ളിയാഴ്ചയായിരിക്കും അവസാനത്തെ ട്രേഡിംഗ്. ഇൻ ബിറ്റ്വീൻ ഒരു ദിവസം നമുക്ക് ഹോളിഡേ വരുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റ നവംബർ മാസത്തിൽ ഈ ആഴ്ച വരാനുണ്ട്. RBIയുടെ ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഡാറ്റ വരുന്നുണ്ട്. US-ന്റെ സെപ്റ്റംബർ ക്വാർട്ടറിന്റെ GDP ഡാറ്റ, അതുപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസ് ഈ ആഴ്ച വരുന്നുണ്ട്. തിങ്കളാഴ്ച, അതായത് ഇന്ന് ഡിസംബർ 22-ന് IPO ഗുജറാത്ത് കിഡ്നി അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ IPO ഓപ്പൺ ആവുന്നുണ്ട്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റ പുറത്തേക്ക് വിടുന്നുണ്ട്. നാളെ, അതായത് ചൊവ്വാഴ്ച, KSHന്റെ ഇന്റർനാഷണലിന്റെ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ US-ന്റെ GDP നാളെയാണ് റിലീസ് വരുന്നത്. വെള്ളിയാഴ്ച US ജോബ്ലെസ് ക്ലെയിംസ് വരുന്നു. വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയാണ് ക്രിസ്മസ് പ്രമാണിച്ച്. വെള്ളിയാഴ്ച ഡിസംബർ 26 ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് വരുന്നുണ്ട്. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇനി സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ്. ഓപ്ഷൻസ്, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, വാല്യൂ പിക്സുകളൊക്കെ തന്നെ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉള്ള ചാനലുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ശ്രീറാം ഫിനാൻസ് തന്നെയാണ്. നമ്മുടെ എവർഗ്രീൻ പിക്ക് ആയിരുന്നു ശ്രീറാം ഫിനാൻസ്. പലപ്പോഴായിട്ട് ഫണ്ടമെന്റൽ പിക്കിന്റെ രൂപത്തിലൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സ്വിംഗ് ഈസ് കിങ്ങിൽ ഞാൻ ഒരു സ്വിംഗ് പിക്കായിട്ടും ശ്രീറാം ഫിനാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 840-850 റേഞ്ചിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള MGUയുടെ സ്റ്റേക്ക് അക്വിസിഷന്റെ ഭാഗമായിട്ടുള്ള ന്യൂസ് പ്രമാണിച്ച് 900-ന് മുകളിലേക്ക് 7% റിട്ടേൺ ഏകദേശം വരികയുണ്ടായി. ഇന്ന് മറ്റൊരു സ്റ്റോക്ക്, അതായത് ഇൻഡിഗോ നമുക്ക് എന്ത് തന്നെ പറഞ്ഞാലും ആ ഒരു സർവീസുകളൊക്കെ താളം തെറ്റി കിടന്നതൊക്കെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഡിസംബർ 17-18 കൂടി ഏകദേശം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത്. സോ ഇൻഡിഗോ എന്ന് പറയുന്നത് ഗ്ലോബൽ ഏവിയേഷൻ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കീ ബെനിഫിഷ്യറിയാണ് ഈ പറയുന്ന ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി. ഡിമാൻഡ് കൂടി വരികയാണ്. അതുപോലെ തന്നെ കണക്ടിവിറ്റി കൂടുതലുള്ള ഒരു ഫ്ലൈറ്റ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഏവിയേഷൻ കമ്പനിയാണ്. ടൂറിസം ഇന്ത്യയിൽ കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രാഫിക് ഗ്രോത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ കാരിയേഴ്സും സ്ട്രെങ്ത്തും ഇതൊക്കെ കാണിക്കുന്നത് ഈ സ്റ്റോക്കിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു ഏവിയേഷൻ സെക്ടറിലുള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്നത്, ഡിമാൻഡ് കാണിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അതിൽ ഏകദേശം 60% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി എന്ന നിലക്ക് നമുക്ക് ഇൻഡിഗോയെ മാറ്റി നിർത്താൻ സാധിക്കില്ല. സോ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്താ പറയുക, കൂടുതൽ കണക്ടിവിറ്റി കൂട്ടാൻ പോകുന്നു, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കണക്ടിവിറ്റി കൂട്ടാൻ പോകുന്നു. പാസഞ്ചേഴ്സിന്റെ മിക്സിൽ ഏകദേശം 13% വർധനവാണ് ഇയർ ടു ഡേറ്റ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 7.3% അത് ഏകദേശം 13.5% ഉയർന്നിട്ടുണ്ട്. 2019 7.3% ഉണ്ടായിരുന്നത് 2026 ആകുമ്പോഴേക്കും ഏകദേശം 13.5% കൂടിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഏകദേശം 43 ഡെസ്റ്റിനേഷനുകൾ കൂടിയിട്ടുണ്ട്. അതിൽ 14% ഇൻക്രീസ് ആണ് വിന്റർ ഷെഡ്യൂളിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇൻഡിഗോ ഏവിയേഷൻസ് വാങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തൊരു ടാർഗറ്റ് ഇൻഡിഗോ ഏവിയേഷൻ അല്ലെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ 6000-ന് മുകളിൽ തന്നെയാണ്. സോ കൂടുതലായിട്ടും ഈ സ്റ്റോക്കിന്റെ ഈ ഒരു നെഗറ്റീവ് ന്യൂസുകളൊക്കെ തന്നെ ചെറിയ ക്വാണ്ടിറ്റി എങ്കിലും ഏവിയേഷൻസ്, പ്രത്യേകിച്ചും ബ്രന്റ് ക്രൂഡിന്റെ ഒക്കെ പൈസയിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ സെക്ടറിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. സോ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു 6,200 ടാർഗറ്റ് വെച്ചുകൊണ്ട് നോക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മളൊരു പോസിറ്റീവ് സ്റ്റോക്കായിരുന്നു ഐഡിയയും ഏകദേശം 12 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. സോ ഓട്ടോ സെക്ടറുകളിലും അതുപോലെ തന്നെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ്, ഓട്ടോ ആക്സിലറി സ്റ്റോക്കുകളിലും ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടുവരുന്നു. അതിലൊരു കമ്പനി ആയിട്ടാണ് ഫെയിം ഇൻഡസ്ട്രീസ്. FIEM ആണ്. FIEM ഇന്ത്യ, ഫെയിം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്. പ്രത്യേകിച്ചും ലൈറ്റുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഈ സെഗ്മെന്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടൊരു LED മാനുഫാക്ചർ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഒരു GST ഇളവുകൾ കൂടി ബെനിഫിറ്റ് കിട്ടിയ ഒരു കമ്പനിയാണ്. കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. ഏകദേശം 15 മുതൽ 20% ആനുവൽ റവന്യൂ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും വളരെ സ്ട്രോങ് ആയിട്ട് ഈ കമ്പനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ലൈനിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അടുത്തൊരു സ്ട്രോങ് ഒരു അപ്സൈഡിൽ വരികയാണെങ്കിൽ 2600 വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഫെയിം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. അതുപോലെ കെമിക്കൽ സ്പേസിൽ നിന്നുള്ളൊരു കമ്പനി ആയിട്ടുള്ള SRF നമ്മുടെ ദീപാവലി പീക്ക് ആയിരുന്നു. SRFന്റെ ഒരു പോസിറ്റീവ് മൊമെന്റമാണ് കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചത്. കാരണം ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴി ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ് SRF എന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞ ആഴ്ച 6% നേട്ടം കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കുകയുണ്ടായി. സെക്കൻഡ് ക്വാർട്ടർ, അതായത് ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടർ വളരെ സ്ട്രോങ് ആണ്. ഒരു മിക്സ്ഡ് ബാഗ് ആയിരുന്നു. അതുപോലെ തന്നെ പല ബ്രോക്കറേജ് കമ്പനികളും ഈ സ്റ്റോക്കിനെ ഒരു ബൈ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ള ഒരു അനുമാനമാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. അതിപ്പം വോളിയത്തിന്റെ ബേസിലായാലും പ്രൈസിന്റെ ബേസിലായാലും ഒക്കെ തന്നെ പുതിയ പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു കറണ്ട് പ്രൈസിൽ സ്റ്റോക്ക് ഏകദേശം ഒരു 30% അപ്സൈഡ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ മൂവ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു SRFൽ മുന്നോട്ടും ഇനി അങ്ങോട്ട്, അതായത് പ്രത്യേകിച്ചും അവരുടെ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ, കെമിക്കൽ പ്രൊഡക്റ്റ് ലൈനിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സെയിൽസ് ഗ്രോത്ത് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവർ അനുമാനിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈഡ്രോ ഫ്ലൂറോ കെമിക്കൽസ്, HFCയിൽ, റെഫ്രിജറേഷൻ ഗ്യാസ് ബിസിനസ്സിലും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റത്തിലുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ 2026 കലണ്ടർ ഇയറിൽ തന്നെ ടെക്നിക്കൽ മീൻസ് ചാനൽ ഇൻവെന്ററിയും ഓവർ സപ്ലൈ കൺസേണും ഒക്കെ തന്നെ മാറി നിന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു SRF എന്ന് പറയുന്ന കെമിക്കൽ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ചെറിയ കറക്ഷനിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് SRFനെ കണക്കാക്കുന്നത്. ഇപ്പോൾ ടെക്നിക്കലി പോസിറ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് JK ടയർ ആണ്. JK ടയറിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു ക്ലോസിംഗ് ആണ് തിങ്കളാഴ്ച വന്നിരിക്കുന്നത്. ഏകദേശം 450 നിലവാരത്തിൽ 460 നിലവാരത്തിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു മൊമെന്റം JK ടയറിൽ 500-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ്. ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആണ്. JK ടയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 വെർട്ടിക്കൽസിലാണ് അവർക്കുള്ളത്. പ്രത്യേകിച്ചും പ്രീമിയം PCR, അതായത് പാസഞ്ചർ കാറുകൾക്കും EV ഒപ്റ്റിമൈസ്ഡ് ടയറുകൾ, അതുപോലെ തന്നെ ട്രക്ക് ആൻഡ് ബസ് റേഡിയൽസ്, TBR, ഈ ഒരു സെഗ്മെന്റിലൊക്കെ തന്നെ കമ്പനിക്കുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടയറുകളും ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ലീഡർഷിപ്പ് അതുപോലെ തന്നെ TBR, ടയർ ആൻഡ് ട്രക്ക് ആൻഡ് ബസ് റേഡിയൽസിൽ ഏകദേശം കപ്പാസിറ്റി മീൻസ് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TBR കപ്പാസിറ്റി അതിൻ്റെ കമ്പനിയുടെ വരുന്ന സമയങ്ങളിൽ കൂടുതൽ പൈസ അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുമുണ്ട്. ഡിമാൻഡ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ളത്. സോ മാക്രോ ഫാക്ടേഴ്സും ഒക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് സപ്പോർട്ടാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു JK ടയർ കമ്പനികളിൽ നമുക്ക് LG ബാലകൃഷ്ണൻ്റെ അതുപോലെ തന്നെ JK ടയർ പോലുള്ള കമ്പനികളിൽ ഒരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കൂടുതലായിട്ട് ലെങ്തി ആക്കുന്നില്ല, കാരണം മിക്കവാറും തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ചില പേഴ്സണൽ അസൗകര്യം മൂലമാണ് നമുക്ക് വെള്ളിയാഴ്ച വീഡിയോ അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ വീക്ക്ലി ആൻഡ് വീഡിയോ നമുക്ക് ടൈംലി റിലീസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഏതായാലും ഇപ്പോഴും നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഈ ന്യൂസും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലും കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം നന്ദിയുണ്ട്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. നിഫ്റ്റി ഈ ആഴ്ചയും ഒരു അത്രയും വലിയൊരു പോസിറ്റീവ് മൊമെന്റിലേക്ക് വരണമെങ്കിൽ ഗ്ലോബലി അല്ലെങ്കിൽ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വരണം. അതേസമയം ഒരു മിക്സ്ഡ് ക്യൂസ് ആണ് ഇപ്പോൾ ന്യൂസ് ബേസ് നോക്കാനുള്ളത്. സോ ലെവലുകൾ നോക്കുക, ലെവലുകൾ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. നമ്മൾ ഇയർ എൻഡിലേക്ക് പോവുകയാണ്, ഒരു ദിവസം കുറവാണ് ഈ ആഴ്ച മാർക്കറ്റിൽ. ഇതൊക്കെ കൊണ്ട് കൺസിഡർ ചെയ്തിട്ട് വേണം പുതിയ പൊസിഷൻസ് എടുക്കാനും ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യാനും. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല നല്ല വാല്യൂ പിക്കുകളുണ്ട്, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കൗണ്ടറുകളിൽ അവൈലബിൾ ആണ്. സോ ഇങ്ങനെയുള്ള സജഷൻസിനായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ ടെലിഗ്രാം ചാനലാണ്, അതിനാണ് സ്വിംഗ് ഈസ് കിങ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഞാൻ തന്നെയാണ് നേരിട്ട് എൻ്റെ റിസർച്ച് ഐഡിയാസുകൾ ഷെയർ ചെയ്തത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ടെലിഗ്രാം ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ്. അപ്പം മറ്റുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ